സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടന്ന വി ഡി സതീശൻ അനുകൂല പ്രകടനത്തിൽ AICC നേതൃത്വത്തിന് പരാതി നൽകി രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ വിഭാഗം നേതാക്കൾ. പ്രകടനങ്ങൾ സംഘടിതമാണ് എന്ന് എറണാകുളത്തെ നേതാക്കളുടെ പരാതിയിൽ പറയുന്നു. നേതാക്കളുടെ ഫ്ലെക്സുകൾ കീറുന്നതിലും നടപടി വേണമെന്നാണ് ആവശ്യം. ജനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നടക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്ന് KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം സതീശനെ അനുകൂലിച്ച് കോഴിക്കോട് കക്കോടിയിൽ ഇന്നും പ്രകടനം നടന്നു. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലും ഇന്നും പ്രകടനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഇന്നും എറണാകുളത്ത് പ്രകടനം ഉണ്ടാകും എന്നാണോ? സതീശന്റെ ജില്ലയാണ് എറണാകുളം, അതുകൊണ്ട് തന്നെ എറണാകുളത്ത് കുറെ കൂടി ശക്തമായ പ്രതിഷേധവും പ്രകടനങ്ങളും ഒക്കെയാണ് അരങ്ങേറുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും എറണാകുളത്തും മറ്റ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും പ്രകടനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സതീശൻ്റെ ഒരു തട്ടകമാണ് എറണാകുളം ജില്ല. DCC പ്രസിഡന്റ് അടക്കം സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ്. എറണാകുളം ജില്ലയിൽ നിന്നാണ് VD സതീശൻ അനുകൂല പ്രകടനം ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചത്. എറണാകുളത്തെ നെട്ടൂരിലായിരുന്നു, അത് സതീശൻ്റെ ജന്മനാടായിരുന്നു. അവിടെ നിന്നും പ്രകടനം ആരംഭിച്ചിരുന്നു. തുടർന്ന് എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ പ്രകടനങ്ങൾ പലയിടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും നടന്നിരുന്നു. ഇതിനെതിരെയാണ് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗം എറണാകുളത്തെ നേതാക്കൾ AICC-ക്കും KPCC-ക്കും പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രകടനങ്ങളെല്ലാം സംഘടിതമാണെന്ന് അവർ പറയുന്നു. മാത്രമല്ല, ഇത് ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഈ പ്രകടനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതായി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് അവർ പറയുന്നത്, ഈ പ്രകടനത്തിനെതിരെ ശക്തമായ ഒരു അന്വേഷണം വേണം, നേതാക്കളുടെ ഫ്ലക്സ് കീറുന്നതിനെതിരെ ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ തന്നെ കൂടുതൽ നേതാക്കൾ ഈ പ്രകടനത്തിനെതിരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. KPCC സെക്രട്ടറി ആയിട്ടുള്ള തമ്പി സുബ്രഹ്മണ്യം എറണാകുളത്തു നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നടക്കേണ്ട അവസ്ഥ വരുന്നു, എല്ലാം കൊണ്ടുപോയി നശിപ്പിക്കുന്നു ഇവന്മാർ എന്നാണ് പറയുന്നത്. അതായത് ഈ നടക്കുന്ന പ്രകടനത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അമർശമുണ്ട്. ഇതിനിടയിൽ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ള ആളുകൾ ഗണപതി ഹോമമടക്കം നടത്തുന്ന സ്ഥിതിയും ഇവിടെയുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പ്രകടനം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ, പ്രകടനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇന്നലെ എറണാകുളത്തെ KC വേണുഗോപാലിൻ്റെ ഫ്ലക്സുകൾ കത്തിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഇനി നേതാക്കൾ തമ്മിൽ തെരുവിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഹർഷൻ.